താമരശ്ശേരിയിൽ നടന്ന കൊലപാതകം. ഷിബില എന്ന പെൺകുട്ടിയെ യാസർ എന്ന് പറയുന്ന പയ്യൻ, അവർ വർഷങ്ങൾക്ക് മുമ്പേ പ്രേമത്തിലായിരുന്നു. അങ്ങനെ സ്നേഹിച്ച് അവർ കല്യാണം ഒളിച്ചോടുകയാണ് ചെയ്തത്. വീട്ടുകാരെ എതിർത്തതിനെ തുടർന്ന് അവർ ഒളിച്ചോടുകയാണ് ചെയ്തത്. അപ്പോൾ വീട്ടുകാർക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്തുകൊണ്ടാണ്? അവന് മയക്കുമരുന്നിനൊക്കെ അടിമയാണ്. അവൻ ജോലിക്കൊക്കെ പോകും, പക്ഷേ അവൻ്റെ സ്ഥിരം തൊഴിൽ, അവൻ ജോലി ചെയ്തുകൊണ്ട് വന്ന പൈസ ആയാലും കൊണ്ടുവന്ന് മദ്യപാനവും മയക്കുമരുന്നും. അങ്ങനെ അവർ വേറെ വീടെടുത്ത് ഇവർ ഒളിച്ചോടിയതിന് ശേഷം ഒരു വാടകയ്ക്കായിരുന്നു. വാടകയ്ക്ക് രണ്ടുപേരും കൂടെ താമസിച്ചെങ്കിലും എന്നും പ്രശ്നങ്ങളായിരുന്നു. ഇന്ന് നടന്നിട്ടുള്ള ഈ ഒരു കേസും എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. എനിക്ക് അറിയുന്ന സ്ഥലങ്ങളുമാണ്. ഇവനെ ഞാൻ കണ്ടിട്ടുണ്ട്, ഒരുപാട് പ്രാവശ്യം ഇവനെ കണ്ടിട്ടുണ്ട്. താമരശ്ശേരി ഈങ്ങാപ്പുഴ കാക്കവയൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ മരണപ്പെട്ടിട്ടുള്ള ഷിബിലയുടെയും യാസറിൻ്റെയും വീട്. ഇവർ രണ്ടുപേരും കുറച്ചു കാലം പ്രണയത്തിലായിരുന്നു. ഈ ഷിബിലയുടെ വീട്ടുകാർക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു ബന്ധമായിരുന്നു. പക്ഷെ മകളുടെ നിർബന്ധ പ്രകാരം കല്യാണം കഴിപ്പിച്ച് കൊടുക്കേണ്ടി വന്നു. അങ്ങനെ രണ്ടുപേരും ഒരു നാട്ടിലാണല്ലോ. കുറച്ച് കഴിഞ്ഞ് ഈ യാസറിന്റെ ഫാമിലിയും അവിടുന്ന് തൊട്ടപ്പുറത്തേക്ക്, അതായത് ഒരു 3-4 കിലോമീറ്റർ അപ്പുറത്തേക്ക് ഇവർ താമസം മാറിപ്പോയി. പിന്നെ അവിടുന്ന്, അതായത് ഇവര് താമസം മാറിയിട്ടുള്ള സ്ഥലത്ത് നിന്ന് തന്നെ വേറൊരു സ്ഥലത്തേക്ക് ഈ ഷിബിലയും ഭർത്താവായിട്ടുള്ള യാസറും പിന്നെ ഒരു കുട്ടിയുണ്ട്, ഇപ്പം 3 വയസ്സായിട്ടുള്ളൂ. ആ കുട്ടിയും വേറൊരു സ്ഥലത്തേക്ക് താമസം മാറി. മദ്യപിച്ച് വന്നിട്ടും ബാക്കിയുള്ള ഡ്രഗുകൾ യൂസ് ചെയ്ത് വന്നിട്ടും യാസർ ഈ ഷിബിലയെ ഒരുപാട് ഉപദ്രവിക്കും. ഈ യാസറിന്റെ ജോലി എന്താന്ന് വെച്ചാൽ കൂൾബാറിൽ നിൽക്കുക, പിന്നെ അതുപോലുള്ള ചെറിയ ചെറിയ ജോലിയൊക്കെ ചെയ്തിട്ട് ജീവിക്കുകയാണ്. അങ്ങനെയാണ് ഞാൻ കണ്ട പരിചയം. അവനെ ഇതുപോലൊരു കടയിൽ നിൽക്കുന്നതാണ്. എൻ്റെ നാട്ടിൽ തന്നെ, എൻ്റെ നാട്ടിൻ്റെ തൊട്ടടുത്തുള്ള നാട്ടിൽ ഒരു കടയിൽ നിൽക്കുന്നതാണ് ഞാൻ കണ്ടത്. അവിടുന്ന് എൻ്റെ കണ്ട പരിചയം. 1 വർഷത്തോളമായിട്ട് ഇവർ വാടകയ്ക്ക് താമസിക്കുകയാണ്. അതിൻ്റെ ഇടയിലൂടെ ഈ ഷിബിലയുടെ പേരിൽ ഒരുപാട് ലോണുകൾ എടുക്കുക, ഒരുപാട് പൈസ കടമാക്കി വെച്ചിട്ട് വീട്ടിൽ വന്നിട്ട് ഈ ഷിബിലയുടെ വീട്ടിൽ വന്നിട്ടൊക്കെ ഈ കടം കൊടുക്കാനുള്ള, പൈസ കൊടുക്കാനുള്ള ആളുകളൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. അങ്ങനെയുള്ള ഒരുപാട് കേസുകളൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അവന് മദ്യപാനം മയക്കുമരുന്ന് മാത്രമല്ല, അവൻ ഇതുപോലെ ഷിബിലയുടെ പേരിൽ ഒരുപാട് കടമായിട്ട് പണം എടുക്കുകയും എന്നിട്ട് ഈ പെൺകുട്ടിയുടെ മണ്ടയിൽ വെക്കുകയും ചെയ്തു. അവസാനം യവൻ അതിൽ നിന്നങ്ങ് മുങ്ങി നടക്കും. യവന് സത്യം പറഞ്ഞാൽ വീട്ടിലുള്ളവർ പറഞ്ഞ് വിലക്കിയതാണ്. ഇപ്പോഴത്തെ കാലത്ത് പെൺപിള്ളേർ കേൾക്കൂലല്ലോ. അവർ വിശ്വസിച്ച് പോവും. അങ്ങനെയാണ് അതിലവിടെ സംഭവിച്ചത്. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ വീട്ടുകാർ അവർക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുകയില്ല. യാസറും ഒരു മകളും, 3 വയസ്സുള്ളൊരു മകളും, അങ്ങനെയുള്ള ഒരു ഫാമിലി ആയതുകൊണ്ട് തന്നെ പിന്നെ ഒരു കോട്ടേഴ്സിൽ വാടകയ്ക്ക് കൂടുകയാണ്. അപ്പം ഒരുപാട് കടങ്ങളുണ്ട്. എല്ലാം കൊണ്ട് തന്നെ ഇവൻ എങ്ങനെയെങ്കിലും പിടിച്ച് ജോലിക്ക് പറഞ്ഞയക്കും. പക്ഷെ ജോലിക്കൊക്കെ പോകും, എല്ലാ ദിവസവും ജോലിക്കൊക്കെ പോകും. കിട്ടുന്ന പൈസ കൊണ്ട് മദ്യപിച്ചിട്ടും ഡ്രഗ് യൂസ് ചെയ്തിട്ടൊക്കെ വീട്ടിൽ വന്നിട്ട് ഈ ഷിബിലനെ ഉപദ്രവിക്കും. അങ്ങനെ ഈ ഉപദ്രവം സഹിക്കാനാവാതായപ്പം ഷിബില കുട്ടിയെ എടുത്ത് സ്വന്തം കാക്കവയിലുള്ള വീട്ടിലേക്ക് പോയി. അതിനിടയിൽ ഈ ഷിബിലയുടെ പേരിൽ ഒരുപാട് ലോണുകൾ എടുത്തിട്ടുണ്ട്. ആ ലോണിൽ പെട്ടതാണ് ഒരു കാറ് വാങ്ങിയിട്ടുണ്ട്, ഒരു അൾട്ടോ കാർ. ആ കാറിലാണ് അവന് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് ന്യൂസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ആ വണ്ടി ലോൺ എടുത്തിട്ടുണ്ട്. എല്ലാ ലോണുകളും, ഇതുപോലുള്ള എല്ലാ കേസുകളും, കടം മേടിച്ചതെല്ലാം ഈ കുട്ടിയുടെ പേരിലാണ്. അപ്പം ഇതൊന്നും തിരിച്ചു കൊടുക്കാൻ, അപ്പോഴ് വണ്ടി പോലും എവളെ പേരിലാണ്, ഷിബിലയുടെ പേരിലാണ് വണ്ടി പോലും ഇവ എടുത്തിരിക്കണത്. അത് അവൻ എടുക്കൂല എന്ന് പറഞ്ഞാൽ ഈ കുട്ടിയുടെ മണ്ടയിലെല്ലാം കൂടെ ഇരിക്കട്ടെ എന്നാണ് അവൻ്റെ വിചാരം. അവൻ എന്തുമാത്രം അവൻ്റെ മണ്ടയിൽ ദുഷ്ടതരമാണ് അവൻ കാണിച്ചു വയ്ക്കുന്നത്. അത് 3 വയസ്സായ ഒരു മോളാണ്, 3 വയസ്സായ ഒരു കുട്ടിയുണ്ട്. പ്രശ്നമാകുമ്പോൾ ഇവളുടെ വീട്ടിലേക്ക് വരും. എല്ലാ കടം കൊടുക്കാനുള്ള ആളുകളൊക്കെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ 1-2 മാസത്തോളമായിട്ട് ഷിബിലയും കുട്ടിയും സ്വന്തം കാക്കവയിലുള്ള വീട്ടിലാണ്, ഉമ്മാൻ്റെ ഉപ്പൻ്റെ അടുത്താണ്. അവിടുന്ന് എല്ലാവരും കൂടെ തീരുമാനിച്ചിട്ട് ഈ കുട്ടിക്ക് ചെലവിന് കൊടുക്കണം, ഡ്രസ്സ് മേടിക്കണം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പൈസ കിട്ടണം. അതൊന്നും കിട്ടുന്നില്ല. അത് ആദ്യമൊക്കെ ഡ്രസ്സ് മേടിക്കുകയും അങ്ങനത്തെ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നൊക്കെ ഉണ്ട്. സ്വാഭാവികമായിട്ട് അങ്ങനെ കൊടുക്കുമല്ലോ. കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ തീരെ മൈൻഡ് വെക്കാതെ ഇരിക്കുമ്പോൾ അപ്പം തന്നെ പോകുമല്ലോ. ഏകദേശം 3-4 വർഷത്തോളമായി കല്യാണം കഴിഞ്ഞിട്ട്. അപ്പം ആദ്യ സമയങ്ങളിലൊക്കെ ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ തുടരെ ഇതൊന്നും ഇല്ലാതായതാണ്. ഡ്രസ്സ് പോലും മേടിച്ച് കൊടുക്കാത്ത അവസ്ഥയിലായതാണ്. അപ്പം സ്വന്തം വീട്ടിലാകുമ്പോൾ ചിലവും കാര്യങ്ങളൊക്കെ ഇവരെന്തായാലും നോക്കണമല്ലോ. പിന്നെ എന്തായാലും ആദ്യമൊക്കെ പുതുമോടി ഒന്ന് പഴവി വരുമ്പോൾ പിന്നെ കണ്ടുകൂടാ. ആ പുതുമോടി ആയിരുന്ന സമയത്തൊക്കെ ഡ്രസ്സെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു. പിന്നെ ആയപ്പോൾ അതുപോലും വാങ്ങിച്ചു കൊടുക്കൂല. ഇതാണ് നമ്മുടെ നാട്ടിലുള്ള ആളുകൾ.
ഒഴിവാക്കാമെന്ന് വിചാരിച്ച് ഇവർ താമരശ്ശേരി സ്റ്റേഷനിൽ പോയിട്ട് ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് കേസ് കൊടുത്തു. ഇവർ യാസർ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഡിവോഴ്സ് ആവാൻ വേണ്ടിയിട്ടും പിന്നെ ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ കേസ് കൊടുക്കുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കാരണം ഇതിന് മുമ്പേ ഇതുപോലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഷിബില വീട്ടിൽ പോയിട്ടുണ്ട്, വീട്ടിൽ നിന്ന് പിന്നെയും തിരിച്ചു വരും, അങ്ങനെ കേസുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരിക്കലും അവൻ പ്രതീക്ഷിച്ചിട്ടില്ല ഡിവോഴ്സ് ആവാൻ വേണ്ടിയിട്ട് കേസ് കൊടുക്കുന്നു. സ്വാഭാവിക തിരിച്ച് ഇതാണ് കല്യാണം കഴിഞ്ഞിട്ട് ആണുങ്ങളെ സ്വഭാവം. അവർ എന്ത് തെറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഭാര്യമാരെ എത്ര ഉപദ്രവിച്ചാലും അവളുമാർ ഭർത്താക്കന്മാരെ അടിമയായിട്ട് കിടക്കും എന്നാണ് വിചാരം. അപ്പം ഈ ഷിബില ഇങ്ങനെ പോകുമെന്ന് യാസർ ഒട്ടും വിചാരിച്ചില്ല. പോയിട്ട് ഡിവോഴ്സിനായിട്ട് കൊടുക്കുമെന്ന് വിചാരിച്ചില്ല. അവൻ വിചാരിച്ചെന്തെന്നാണ്, അവൾ പോവും ഇതുപോലെ യവൻ്റെ ഈ മയക്കുമരുന്നടിയൊക്കെ കണ്ടിട്ട് ഇവളെ എടുത്തിട്ട് ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇവൾ പോയിട്ട് വീണ്ടും തിരിച്ച് വരുമായിരുന്നു. അപ്പം വിചാരിച്ചെന്തരാണ്, ഇവൾ ഡിവോഴ്സിന് കൊടുക്കൂല എന്ന് വിചാരിച്ചും കൊണ്ടാണ് ഇവൻ ഇങ്ങനെ പ്രതീക്ഷിച്ചിരുന്നു. ഈ കേസ് കൊടുത്ത സമയം ഏതാന്ന് വെച്ചാൽ ഷഹബാസിന്റെ കൊലപാതകം നടന്നിട്ടുള്ള ആ ഒരു സമയമാണ്. അപ്പം താമരശ്ശേരി സ്റ്റേഷനിൽ കുറച്ച് ബിസി ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഇടയിലൂടെ ഇത് നോക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ഫാമിലി കേസുകൾ ഒരു ഷഹബാസ് എന്ന് പറഞ്ഞാൽ പിന്നെ തല്ലിക്കൊന്നില്ലേ ഒരു മോന, ആ സമയത്ത് നടന്ന ആ കുട്ടിയെ തല്ലിക്കൊല്ലണം. ആ സമയത്താണ് ഈ കേസും ഇങ്ങനെ നടക്കുന്നത്. നമുക്ക് കേൾക്കാം ബാക്കി. ഒരുപാട് സ്റ്റേഷനുകളിൽ ഇങ്ങനെ ഉണ്ടാവും. എല്ലാ സ്റ്റേഷനിലും ഇതുപോലെയുള്ള ഒരുപാട് കേസുകളുണ്ടാവും. പക്ഷേ അതാണ് മെയിനായിട്ട് ഒത്തുതീർപ്പാക്കേണ്ടതെന്നാണ് ഇപ്പം ഞാൻ പറയണത്. കാരണം ഇതുപോലുള്ള കൊലപാതകങ്ങളിലേക്ക് എത്തിപ്പെടുകയാണ്. എന്താണ് ചെയ്യാന്നൊന്നും ഒരിക്കലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റൂല. ഈ കുട്ടി കല്യാണം കഴിക്കുന്നതിന് മുമ്പേ ഈ ചെക്കൻ ഡ്രഗ് യൂസ് ചെയ്യുന്നുണ്ട്, മദ്യപിക്കുന്നുണ്ട്, അങ്ങനെ എല്ലാം മറന്നിട്ട് കല്യാണം കഴിക്കാതിരിക്കാൻ വേണ്ടി ഫാമിലി ഒരുപാട് നോക്കിയെങ്കിൽ അതെല്ലാം എതിർത്തിട്ട് ഈ ഷിബില ഇവന്റെ കൂടെ തന്നെ പോയതാണ്. സ്നേഹം. പെൺകുട്ടികൾ വിചാരിക്കും അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം, പാവമാണ്, അതാണ് ഇതാണ്, മാങ്ങയാണ് എന്നൊക്കെ വിചാരിക്കും. പക്ഷേ അവന് ഈ പെൺകുട്ടിയെ കെട്ടുന്നതിന് മുമ്പേ ഇവൾ ഒളിച്ചോടുന്നതിന് മുമ്പ് തന്നെ ഇവൻ ഇതുപോലെ മയക്കുമരുന്ന് അടിക്കണ ഒരുത്തനായിരുന്നു. അങ്ങനെ ആയി. പിന്നെ അതിലോട്ട് ഒരു പ്രാവശ്യമെങ്കിലും അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരെന്തോന്ന് ചെയ്യും, അതിലോട്ട് തന്നെ പോവും. അവർ എവിടെ മാറേന്നുമില്ല. അപ്പോൾ വീട്ടിലുള്ളവർ പറഞ്ഞത് ഈ ഷിബില ചെവിക്കൊണ്ടില്ല. ഇതാണ് അവിടെ നടന്നത്. അവൾ ഇഷ്ടപ്പെട്ടു പോയി. പിന്നെ അവൻ ചിലപ്പോൾ പറഞ്ഞാണ് ഞാൻ മയക്കുമരുന്നൊന്നും അടിക്കൂല, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് അവളെ വിശ്വസിപ്പിച്ച് കാണും. ഇതൊക്കെയാണ് ജീവിതങ്ങൾ പോണത് ഇങ്ങനെയൊക്കെ. ഒരിക്കലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്താണ് സംഭവിക്കുക എന്നുള്ളത്. ഇപ്പൊ പറയുന്ന ഡ്രഗ് യൂസ് ചെയ്തിട്ടില്ലായിരുന്നു, ആ സംഭവം കൊലപാതകം നടന്ന സമയത്ത് ഡ്രഗ് യൂസ് ചെയ്തിട്ടില്ലായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ പിന്നെ പറയാം. അങ്ങനെ നമ്മുടെ ഷിബില കേസ് കൊടുത്തു. അങ്ങനെ ഈ കേസ് കൊടുത്ത കാര്യങ്ങളൊക്കെ ഇവൻ അറിഞ്ഞു. ഡിവോഴ്സ് ആവാൻ പോവാണ്, ഇതെല്ലാം ഇവൻ അറിഞ്ഞു. ദെൻ ഇതൊരു ആസൂത്രണമായിട്ടുള്ള കൊലപാതകമാണ് നമ്മളിങ്ങനെ കേട്ടോണ്ടിരിക്കുന്നത്. എന്താന്ന് വെച്ചാൽ നല്ല പുതിയ കത്തി, കൊടുവാളോ കത്തിയോ എന്തോ ആയുധം പുതിയതായിട്ട് അവൻ മേടിച്ചിട്ട് അത് സൂക്ഷിച്ച് നടക്കുമായിരുന്നു എന്നൊക്കെയാണ് അറിഞ്ഞത്. അങ്ങനെ അതും കൊണ്ടുപോയിട്ട് ഇവനെ ഷിബിലയുടെ വീട്ടിൽ, അതായത് ഷിബിലയുടെ ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും അടുത്താണ് ഷിബില നിൽക്കുന്നത്, മകളെയും കൂട്ടിയിട്ട്. അവിടെ നോമ്പ് തുറക്കുന്ന സമയത്ത്, ഇന്നലെ വൈകിട്ട് നോമ്പ് തുറക്കുന്ന സമയത്ത് എല്ലാവരും വീട്ടിൽ നോമ്പ് തുറക്കുന്ന സമയത്ത് എല്ലാവരും അടങ്ങിയിരിക്കുന്ന ഒരു സമയത്ത് പുറത്തുനിന്ന് ആളുകളൊന്നും ഉണ്ടാവില്ല. വീട്ടിലേക്ക് കയറി ചെന്നു, എന്തോ പേപ്പർ കൊടുക്കാനുണ്ടെന്നോ എന്തോന്ന് പറഞ്ഞ് കയറി ചെന്നു. അവൾ ഇങ്ങോട്ട് പുറത്തേക്ക് വന്നു, പുറത്തിട്ട് മുറ്റത്തിട്ടിട്ട് വെട്ടി. ഇവിടെയാണ് വെട്ടിയത്. ഫസ്റ്റ് ഇവിടെ കഴുത്തിൻ്റെ ഈ ഭാഗത്തുള്ള മുറിവിലെ കാരണത്താലാണ് മരണം സംഭവിച്ചത് എന്നാണ് പോസ്റ്റ്മോർട്ടത്തിലുള്ളത്. ഇവിടെ 2 കുത്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് വെട്ടും, നിലത്തിട്ട് ഒരുപാട് വെട്ടും വെട്ടി. അത് കണ്ടിട്ട് വന്നിട്ടുള്ള ഷിബിലയുടെ ഉപ്പനെയും നല്ല പോലെ ഉപദ്രവിച്ചിട്ടുണ്ട്. അതിൽ ഉപ്പാക്ക് ഏകദേശം 10-18 സ്റ്റിച്ചോളം തലക്ക് വന്നിട്ടുണ്ട്. വേറൊരു ഭാഗത്ത് അതുപോലെ 10-15 സ്റ്റിച്ച് വന്നിട്ടുണ്ട്. ഉമ്മാക്കും ഇതുപോലെ പറ്റിയിട്ടുണ്ട്. പക്ഷേ ഉപ്പാക്കാണ് കൂടുതൽ. 2 പേരും ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിൽക്കുകയാണ്. അങ്ങനെ ഇവൻ അവിടുന്ന് അവൻ്റെ ആ അൾട്ടോ കാറിൽ പെട്ടെന്ന് അവിടുന്ന് സ്ഥലം വിട്ടു. ദെൻ പിന്നെ കുറച്ച് സമയത്തോളം അവനെ തെരച്ചിലായിരുന്നു. ന്യൂസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അവനെ കാണുന്നില്ല, അവൻ എങ്ങോട്ടോ പോയിട്ടുണ്ട്. ഫുള്ള് ലോക്ക് ചെയ്തു, പോലീസുകാർ ഫുള്ള് ലോക്ക് ചെയ്തു. കാരണം നാട്ടുകാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും തീർക്കും, നാട്ടുകാരെ കയ്യിൽ കിട്ടരുത്. അതുകൊണ്ട് ഫുള്ള് ലോക്ക് ചെയ്ത് പിന്നെ അവൻ്റെ നമ്പറെല്ലാം വെച്ച് ട്രാക്ക് ചെയ്ത്
പിന്നെ ഇതിൻ്റെ ഇടയിൽ കാഷ്വാലിറ്റിയിൽ വന്ന് നോക്കിയിട്ടുണ്ട്, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കാഷ്വാലിറ്റിയിൽ വന്ന് നോക്കിയിട്ടുണ്ട് എന്നൊക്കെ പലരും പറയുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് പൂനൂർ എസ്റ്റേറ്റ് മുക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തെങ്ങാണ്ട് പെട്രോൾ പമ്പിൽ കയറി പെട്രോൾ അടിച്ച് അവിടുന്ന് പൈസയും കൊടുക്കാതെ പോയിട്ടുണ്ട്. ദെൻ അവിടുന്ന് പോയി പിന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ ഫ്രണ്ടിൽ അവൻ വണ്ടി നിർത്തിയിട്ടിട്ട് ഇങ്ങനെ വിശ്രമിക്കുകയായിരുന്നു. അതിൽ പോലീസുകാർ വന്നു, അവനെ പിടിച്ചു. പിന്നെ അവൻ സേഫായി. പച്ചക്ക് പറയുകയാണെങ്കിൽ അവൻ സേഫായി, അവൻ ഇനി ഒന്നും ചെയ്യൂല. നമ്മുടെ കൊല്ലാൻ വേണ്ടിയിട്ടോ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടോ വാളെടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും മാരകമായിട്ടുള്ള ആയുധം എടുത്ത് മറ്റുള്ള ആളുകളെ പരിക്കേൽപ്പിക്കാനോ കൊലപ്പെടുത്താനോ ശ്രമിക്കുന്ന സമയത്ത് അവർക്ക് പേടി വരുന്ന നിയമം ഇവിടെ വേണം. വാളെടുക്കാൻ ഇത് നമ്മുടെ നിയമം ശരിയല്ലാത്തത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. പക്ഷേ യവന്മാർക്ക് പേടിയുള്ള നിയമം വന്നിരുന്നെങ്കിൽ യവന്മാരിത് ചെയ്യൂലായിരുന്നു. ഇതിപ്പോൾ കൊണ്ടുവന്ന അവന്മാരെ തീറ്റിപ്പോറ്റയില്ലേ, നല്ല നല്ല ഫുഡുകളും കൊടുത്ത് അതിനകത്തിട്ട്. ഇപ്പോൾ ഒരു പെൺകുട്ടിയുടെ ജീവൻ പോയി, അത് വാപ്പ ഗുരുതരാവസ്ഥയിൽ, ഉമ്മാക്കും അതുപോലെ വെട്ടേറ്റ്. അപ്പോഴ് നല്ല നിയമം വരാത്തത് കൊണ്ടാണിത്. ഇതുപോലെ യവന്മാർക്കും കിട്ടണം ശിക്ഷ. എങ്കിൽ മാത്രമേ നമ്മളെ നിയമം നല്ലതുപോലെ ആണെങ്കിൽ മാത്രമേ ഇനി ഇതുപോലെയുള്ള കൊലകൾ നടക്കാതിരിക്കൂ. മക്കളോട് പറയാനുള്ളത്, മക്കളെ സ്നേഹിക്കണതൊക്കെ നല്ലതാണ്, അല്ല കുഴപ്പമില്ല. തിരഞ്ഞെടുക്കണം, അവരവർക്ക് ഇഷ്ടപ്പെടണം, അവരവർ തിരഞ്ഞെടുക്കും. പക്ഷെ നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ എങ്ങനെയുള്ളവരാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അവരെ വീട്ടുകാർ പറയും, വീട്ടുകാരായിരുന്നാലും പറയും കുഴപ്പമില്ല എന്നേ പറയൂ. പക്ഷേ നാട്ടിലിറങ്ങി തിരക്കുക. കൂട്ടുകാരെടുത്ത് തിരക്കിയാലും അവരും നല്ല അഭിപ്രായമേ പറയുള്ളൂ. എന്ന് പറഞ്ഞാൽ പറഞ്ഞു കൊടുത്താൽ ചിലപ്പോൾ ഭീഷണി കാണും. അപ്പം നാട്ടിലിറങ്ങി തിരക്കുക. തിരക്കിയതിന് ശേഷം നിങ്ങൾ ഇഷ്ടപ്പെടുക, കല്യാണം കഴിക്കേ, എന്തൊരു വേണോ ചെയ്. ഇതിപ്പോൾ യവൻ്റെ സ്വഭാവം വീട്ടുകാർ തിരക്കി, നാട്ടിലിറങ്ങി തിരക്കിയപ്പോൾ യവനെക്കുറിച്ച് അറിഞ്ഞത് യവൻ മയക്കുമരുന്നിന് അടിമയാണ്, മദ്യപാനമാണ് എന്നാണ് അറിഞ്ഞത്. പിന്നെ ജീവിതമെന്ന് പറയുന്നത് 1-2 ദിവസം കൊണ്ട് ജീവിച്ച് തീർക്കാനുള്ളതല്ല, ജീവിതകാലം മുഴുവനും ജീവിക്കാനുള്ളതാണ്. മക്കളൊക്കെ ആയി സന്തോഷത്തോടു കൂടി ജീവിക്കുന്നതാണ് ജീവിതം എന്ന് പറയുന്നത്. ഇത് അടിച്ചും പിരിഞ്ഞും കുത്തും കൊലയായിട്ട് ലാസ്റ്റ് അങ്ങനെ വരും. ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക, ജീവിതമാണ് ഒരൊറ്റ പ്രാവശ്യമേ ജീവിതമെന്ന് പറയണത്. അത് നിങ്ങൾ സന്തോഷത്തിൽ ജീവിക്കാനായിട്ട് നോക്കുക. ഇങ്ങനെയൊന്നുമുള്ള മയക്കുമരുന്നിന് അടിമയായ അവന്മാരെയൊന്നും തിരഞ്ഞെടുക്കാതിരിക്കുക. നിങ്ങൾ ഏതെങ്കിലും ഒരു വഴിക്ക് അറിയുകയാണെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് പിന്തിരിഞ്ഞ് പോകണം. പിന്നെ അവിടെ വരണത് നമുക്കപ്പോഴും കാണാമെന്ന് വിചാരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് 10 പേരെടുത്ത് പറയാം ഇങ്ങനെയാണ് സംഭവം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇറങ്ങി തിരക്കാം, അവൻ്റെ നാട്ടിലിറങ്ങി തിരക്കാം. നിങ്ങൾ പെൺകുട്ടികളെ നിങ്ങൾ സ്നേഹിക്കുന്ന അവരുടെ നാട്ടിലിറങ്ങി തിരക്കാം. അല്ലാതെ അവരെ വീട്ടുകാരെടുത്ത് നിങ്ങൾ തിരക്കാൻ നിൽക്കരുത്. ഉമ്മയായാലും വാപ്പയായാലും സഹോദരിയായാലും സഹോദരനായാലും അവർ നല്ല അഭിപ്രായമേ ആ പയ്യനെക്കുറിച്ച് പറയുള്ളൂ. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഇതേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും ഷിബില മരണപ്പെട്ട് ആ 3 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടി അനാഥയായെന്നാണ് പറയാൻ. ആ ഷിബിലേര ഉപ്പ ഗുരുതരാവസ്ഥയിലാണ്, അതുപോലെ ഉമ്മ. അവരിനി എത്ര നാൾ ജീവിച്ചിരിക്കും? ആ ഒരു പെൺകുട്ടി, ആ ഒരു പൊന്നു മോള്, ആ മോൾ അനാഥയായില്ലേ? ഈ മയക്കുമരുന്നിന് അടിമയായ അവൻ്റെ കൂടെ ഇനി വിടാൻ പറ്റുമോ? അവനെ ആ കൊച്ചിനെ തീർക്കൂലേ? യവനെന്തോന്ന് ചെയ്യും? ഇനിയിപ്പോൾ സുഖമായിട്ട് ഇറങ്ങി വരും. യവപ്പം ജാമ്യത്തിൽ ഇറങ്ങി വരും. ഇതൊക്കെയാണ് നടക്കണത്. അവന്മാർ തിന്ന് ക്നാച്ചിറങ്ങി വരും. ഇത് നല്ല നിയമം അല്ലാത്തത് കൊണ്ടാണ്. അവന്മാർക്കൊക്കെ തൂക്ക് കയറി തന്നെ കൊടുക്കണം. അത് ശിക്ഷ ഇങ്ങനെ ആയതുകൊണ്ടാണ് ഇപ്പം 2025 അങ്ങോട്ട് തുടങ്ങിയപ്പോൾ ഫുള്ള് തുടങ്ങിയല്ല വെട്ടും കൊല. ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം നല്ലതുപോലെ ഒരു മരണം പോലും കേൾക്കാത്ത ഒരു ദിവസം ഇല്ല. ആ കണക്കിനായി മാറിയിരിക്കുകയാണ് നമ്മുടെ നാട്. ഇതിപ്പം നമ്മളെ ഇതെന്തോന്ന് പറയാൻ, കുറേ മയക്കുമരുന്ന് അവിടെയൊക്കെ പിടിക്കുന്നുണ്ട്. എന്നിട്ട് എന്തേലും രക്ഷ? ഒരു രക്ഷയില്ല. ഇത് എല്ലാവരും കൂടെ ഉണർന്ന് പ്രവർത്തിക്കണം. രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരായിരുന്നാലും
നമ്മുടെ നാട്ടിലുള്ള ജനങ്ങളായിരുന്നാലും പിന്നെ അതിൻ്റെ മുകളിലിരിക്കുന്ന ഉദ്യോഗസ്ഥരായിരുന്നാലും എല്ലാവരും കൂടി ഒറ്റക്കെട്ടായി നിന്നാൽ മാത്രമേ ഇതിനെ തടയാൻ പറ്റുള്ളൂ. അല്ലാതെ മുക്കിലും മൂലയിലും ഓരോരുത്തരെ പിടിച്ചത് കൊണ്ടോ ഒന്നും ആയില്ല. അതുപോലെ ഇങ്ങനെ ഇപ്പം മിക്കുള്ളിടത്ത് നടക്കണത് തന്നെ, ഓടിച്ചെന്ന് ഭാര്യയും ഭർത്താവും കൂടെ പിണങ്ങി വീട്ടിൽ വേറെ 2 സെപ്പറേറ്റ് ആയിട്ട് കഴിഞ്ഞാലും ഒന്നേ അവളെ കയറി കുത്തും. ഇന്നലെ എങ്ങാണ്ട് കണ്ടില്ലേ, ബാങ്കിൽ ഒരു പെങ്കൊച്ച് ജോലി ചെയ്തുകൊണ്ടിരുന്ന അവർ തങ്ങളുടെ പിണക്കം കൊണ്ടായിരുന്നു. അതിന് ഓടി ആ ബാങ്കിൽ പോയി സൈക്കോ പോയി കുത്തി. യുവന്മാരെയൊക്കെ എന്തോന്ന് ചെയ്യണം? ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൻ്റെ അവസ്ഥകൾ. നിയമം ശരിയല്ലാത്തതുകൊണ്ട് എല്ലാം സംഭവിക്കും. ഇനി ഒന്നും ആയില്ല, ഇനി ഒരേ ദിവസം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും.